ഗിഫ്റ്റിംഗ് റൂം എന്ന് പറഞ്ഞിട്ട് ഒന്നും കാണുന്നില്ലല്ലോ. നമ്മളെ പറ്റിച്ചോ? Excuse me, sir. Yes. Thank you. Thank you, sir. പൊട്ടിക്ക് നിലത്തിട്ട് പൊട്ടിക്കല്ലേ അവിടെ. ദിനേശ് വീഡിയോ. ഈശ്വര, ഗിഫ്റ്റ് മാറിപ്പോയോ? പരിപ്പോടെയും ദിനേശ് വീഡിയോ. ഇതേത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ട ഗിഫ്റ്റ് ആണല്ലോ. ഏതായാലും കിട്ടിയതല്ലേ, ഒരു സ്മോൾ അടിക്കാം. തുറ മകനെ, വാ മകനെ. പരിപ്പട കൂട്ടി ഒരു സ്മോൾ അടിക്കണം. ബോസ് ബോസ്, പല്ല് തേക്കണ്ടേ? നേരെ ഉച്ചയായി. ഇനിയിപ്പോ പല്ല് തേച്ചിട്ട് എന്ത് കാര്യം? നമ്പർ 2 പോയിക്കോ. ബോസേ, പാല് കഴിക്കൂ ബോസേ. എനിക്ക് പാല് വേണ്ട. ഇത്തിരിയെങ്കിലും കഴിക്കില്ലെങ്കിൽ മസിലൊക്കെ പോവില്ലേ ബോസേ? ഇനിയിപ്പോ മസിലുണ്ടായിട്ട് എന്താ കാര്യം? എന്നാ പിന്നെ ഞാൻ കുടിച്ചോട്ടെ ബോസേ. അല്ല, കേടാക്കണ്ടെന്ന് വിചാരിച്ചോട്ടാ ബോസേ. കഴിച്ചോ. സ്ത്രീക്ക് ലോട്ടറി അടിച്ചു. സത്യമാണോ പറയുന്നത്? അതെ ചേച്ചി, പരമാർത്ഥ സത്യം. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയാ? സംസ്ഥാനം കേരളം തന്നെ, പക്ഷെ ഓൺലൈൻ ആണെന്ന് മാത്രം. അപ്പൊ പത്രത്തിലൊരു വാർത്ത കൊടുക്കണ്ടേ? എന്തിന് കള്ളന്മാർക്ക് കൃത്യമായിട്ട് വീട് പറഞ്ഞു കൊടുക്കാം. എന്തായാലും എനിക്ക് മുട്ടൻ ചെലവ് തരണ്ടാ. കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി, എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ഞങ്ങൾക്കും നമുക്ക് എല്ലാവരും കൊടുക്കാം. ചേട്ടാ, പായസത്തിന് സാധനങ്ങൾ കൂടെ വേണേ, കൊണ്ടുവന്നേക്കണേ. ഇത് ഞാൻ കൊണ്ടുപോവാം. ഞാൻ എല്ലാവരോടും ഒന്ന് പറയട്ടെ. എടാ സ്ത്രീ, ഇന്ന് വൈകുന്നേരം സ്കോച്ച് ആയിരിക്കണേ. ഇവരെന്താ സർക്കാർ ജോലി കിട്ടിയ ഉറങ്ങണ? ഇത് എന്റെ സമ്മാനം. ഇതെന്താ? നിനക്കുള്ളതാ. ചെല്ലേ. കൊടുക്കടാ, അച്ഛന്റെ കണ്ണ് കള്ളട്ടെ. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? അതേച്ചാ. നീ ഇന്നലെ എവിടെ ആയിരുന്നു? അത് ലോട്ടറി പണം മാറി കിട്ടാനായിട്ട് വൈകി. നിന്റെ പേര് ആദ്യമായി ചൊല്ലി വിളിച്ച എന്നോട് നീ കള്ളം പറയരുത്. ഇതൊക്കെ മേടിക്കാനുള്ള പണം നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കിപ്പോ അറിയണം. ചേട്ടാ, കുത്തി ചോദിച്ച് അവനെ വേദനിപ്പിക്കരുത്. അവൻ തട്ടിപ്പറിച്ച മോട്ടിച്ചുണ്ടാക്കിയതല്ല. ചേട്ടൻ അതെങ്കിലും ഒന്ന് വിശ്വസിക്കണം. നിനക്കെന്താ അവിടെ കാര്യം? വാ, തേപ്പിട്ട് ചൂടാ. അയ്യോ, ഫോൺ ഇപ്പൊ വരാം. ഹലോ, നിങ്ങളാരാ? നിങ്ങളാരാന്നോ? അവനെങ്ങനെ മനസ്സിലായി നമ്മൾ ഇത്ര ആളുണ്ടെന്ന്? അതെ, നീ ആരാടാ? നിങ്ങളാരാന്ന് പറ. നീ ഉപയോഗിക്കുന്ന ബ്ലാക്ക്ബെറി ഫോണിന്റെ യഥാർത്ഥ ഉടമകളാണ് ഞങ്ങൾ. എന്നാലേ ആ ഫോണിന്റെ ഇപ്പോഴത്തെ ഉടമയാണ് ഞാൻ. മര്യാദയ്ക്ക് ആ ഫോൺ തിരികെ തന്നാൽ തക്കതായ പ്രതിഫലം ഞങ്ങൾ തരും. ഇല്ലെങ്കിൽ നിന്നെ കൊന്നാളി ഞങ്ങള്. ഭീഷണിയാണോ? നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കാണാൻ കഴിഞ്ഞിട്ട് വേണ്ടേ കൊല്ലാൻ? ഫോണിന്റെ സിഗ്നൽ ഞങ്ങൾ ട്രേസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ടവർ കണ്ടുപിടിക്കാൻ പറ്റും. എന്നെ കിട്ടില്ലല്ലോ. ഞാൻ ഈ ഫോണിന്റെ സിം അങ്ങ് മാറ്റും.
അതും അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഈ ഫോൺ അങ്ങ് ഓഫ് ആക്കിയിടും. നോ പ്ലീസ് പ്ലീസ് ചേട്ടാ, ഓഫ് ചെയ്യരുത്. എന്റെ ജീവനാണ് ആ ഫോൺ, എന്റെ എല്ലാം അതിനകത്താണ്. പ്ലീസ് ചേട്ടൻ ആ ഫോൺ എടുത്തോ. അതെ, ഞാനോ ഇനി എന്റെ ആൾക്കാരോ സാറെ മേലാൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ല. പ്ലീസ് ഓഫ് ചെയ്യരുത് ചേട്ടാ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഭീഷണിപ്പെടുത്തിയപ്പോൾ അവര് പിന്മാറി. അവരുടെ എല്ലാ ബിസിനസ്സും ഈ ഫോണിലൂടെയാണെന്ന് തോന്നുന്നു നടക്കുന്നത്. എന്ന് വെച്ചാ ഇതൊരു പൊന്മുട്ടയിടുന്ന താറാവാണെന്നർത്ഥം. പൊന്മുട്ടയിട്ടാലും സാധാരണ മുട്ടയിട്ടാലും കൊന്നു കറി വെച്ചാൽ അത് വെറും ഒരു താറാവ് കറിയാണ് മോനെ. മനസ്സിലായില്ല. മനസ്സിലായില്ല, ഷാപ്പിലേക്ക് പോവാം. എന്തിനാ? താറാവ് കറി കഴിക്കാൻ. എടാ ഒന്ന് സൂക്ഷിക്കണം, നല്ലതിനാണെന്ന്. ആ, മനസ്സിലായ? ആ, മനസ്സിലായാന്ന്? ആയി. മനസ്സിലായി. എന്തൊക്കെയായിരുന്നു. പിന്നെ തന്ത്രപരമായി വേണം ഇനി ഓരോ നീക്കങ്ങളും. ഒരു കാരണവശാലും അവനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുന്നത് ബുദ്ധിയല്ല. കാരണം നമ്മളെക്കാളും ബ്രില്യൻ്റ് ആണ് അവൻ. അപ്പോൾ അവനേക്കാളും ബ്രില്യൻ്റ് ആയ ഒരു പ്ലാൻ വേണം നമ്മൾ തയ്യാറാക്കാൻ. അണ്ടർസ്റ്റാൻഡ്? വെരി ഗുഡ്. അയ്യോ, ഞാൻ ഫോൺ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? എവിടെ പോയില്ലാരും? ആരെയും കാണുന്നില്ലല്ലോ. ബോസ്, ഞാൻ കണ്ടുപിടിച്ചു. അയ്യേ, താനായിരുന്നാ? ഞാൻ വിചാരിച്ചു. കമോൺ കമോൺ. ഒരു ഉക്കൻ പ്ലാൻ ആയിട്ടുണ്ട് ബോസ്. ആണോ? പറഞ്ഞു കൊടുക്കണോ? ഓ, സോഫ്റ്റ്വെയർ. I'm not using it. ആണോ? Still I mean ഇട്ടിട്ടില്ല. പറഞ്ഞു. ഈ ലാപ്ടോപ്പിനുള്ളിലെ CCTV ഫുട്ടേജിൽ എല്ലാം ഉണ്ട്. ആണോ? റൈറ്റ്. അന്ന് തിയേറ്ററിലെ ഏറ്റവും താഴ്ന്ന ക്ലാസ്സിൽ ഇരുന്നാണല്ലോ നമ്മൾ സിനിമ കണ്ടത്. അതെ. ഉള്ളിലേക്കുള്ള ഡോറിന് മുകളിൽ ഒരു CCTV വെച്ചിരുന്നത് അന്നെന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഭാഗ്യമായി. ആ ഫുട്ടേജ് ഈ ലാപ്ടോപ്പിൽ കിട്ടിയിട്ടുണ്ട്. അന്നത്തെ ദിവസം ആദ്യത്തെ ഷോ ആണ് നമ്മൾ കണ്ടത്. അതെ. അന്നേ ദിവസം അതേ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ഷോ കാണാമെന്ന ഒരുത്തന്റെ കയ്യിലേക്ക് നമ്മുടെ ഫോൺ. അന്നത്തെ ദിവസം ഷോ കാണാമെന്ന എല്ലാവരുടെയും ഫേസ് ഈ CCTV ഫുട്ടേജിൽ കാണാൻ കഴിയുമോ? Yes. I can show you. എന്നാ ഷോ? Yes. സീരിയസ്? അല്ല, അതെ, ഇത്രയും ആൾക്കാരുടെ കൂട്ടത്തിൽ വെച്ചേ അന്ന് നമ്മുടെ മൊബൈൽ ഫോൺ അടിച്ചു മാറ്റിയവൻ എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിക്കും ബോസ്, അതിന് വഴിയുണ്ട് അല്ലേടോ? Yes, of course. Yeah. സർ, ഡാർവിൻ. Hello sir, I'm Darwin. Can you open this? Please have a look. Thank you. Please. Wow. Nice interior. ഓക്കെ, ഇന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസത്തിനകം ഡെലിവറി ചെയ്യാൻ പറ്റും? ഒരു 6 months എടുക്കും സർ. 6 monthsോ? വാട്ട് ഈസ് ദിസ് മാൻ? ഒരു 6 daysനുള്ളിൽ ഒന്ന് ട്രൈ ചെയ്തൂടെ? സോറി സർ, കമ്പനി പ്രൊസീഡിങ്സ് ആവുമ്പോൾ ജസ്റ്റ് ട്രൈ ഇറ്റ്. കമ്പനിയിലേക്ക് ഒരു മെയിൽ അയക്കും ഇന്ന് തന്നെ. ഒരു 6 daysനുള്ളിലൊക്കെ ആണെങ്കിൽ കോൾ മീ ഇമ്മീഡിയറ്റ്ലി. ഓക്കെ സർ. Hello ma'am. ഹലോ. How are you? ഫൈൻ. കാർ റെഡിയാണോ? On washing ma'am. It will take few minutes. ഹൗ ഇസ് ബി ക്ലാസ്? Ma'am, actually it's made for India. I will bring the brochure, okay? Yeah. ഇതിന്റെ ഫംഗ്ഷൻ എന്താ? അത് പിന്നെ അറിയില്ല? ഇല്ല സർ. Shame on you, man. That's ESP, Electronic Stability Program. It keeps the vehicle stable on uneven roads. Excuse me. Ma'am? Sorry. Thank you. Thank ma'am. Welcome.